നമസ്കാരം. 21-ാം നൂറ്റാണ്ടിലെ ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും സുരക്ഷയും നിലനിർത്തുന്നതിൽ ആ രാജ്യത്തിൻ്റെ വ്യോമസേന വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണ്. എന്നാൽ ഇന്ത്യൻ വ്യോമസേന എന്ന് അഭിമുഖീകരിക്കുന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തന പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ നടന്ന 4 പ്രധാന വിമാന അപകടങ്ങൾ വെറും സാങ്കേതിക തകരാറുകളല്ല, മറിച്ച് ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ അടിത്തറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിള്ളലിൻ്റെ അടയാളങ്ങളാണ്. പൂനെ വിമാനത്താവളത്തിൽ സുഖോയ് 30 MKI വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാറും അതിനെ തുടർന്നുണ്ടായ പ്രവർത്തന സ്തംഭനവും സൈനിക സിവിൽ ഗതാഗതത്തെ ഒന്നടങ്കം തടസ്സപ്പെടുത്തിയത് ഇന്ത്യയുടെ തന്ത്രപരമായ ആസൂത്രണത്തിലെ ചില പരിമിതികളെയാണ് തുറന്നു കാട്ടുന്നത്. 42 സ്ക്വാഡ്രണുകൾ ഉണ്ടായിരിക്കേണ്ട സ്ഥാനത്ത് വെറും 29 സ്ക്വാഡ്രണുകൾ മാത്രമായി വ്യോമസേന ചുരുങ്ങിയ സാഹചര്യത്തിൽ ഓരോ വിമാനത്തിൻ്റെയും നഷ്ടം രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയെ നേരിട്ട് ബാധിക്കും. 42 സ്ക്വാഡ്രണുകൾ എന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യോമസേന പിന്നോട്ട് പോയത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത് സോവിയറ്റ് കാലഘട്ടത്തിലെ പഴയ വിമാനങ്ങളെ അമിതമായി ആശ്രയിച്ചിരുന്ന പഴയ ഇന്ത്യയുടെ പ്രതിരോധ നയമാണ്. പല ദശാബ്ദങ്ങളായി MiG-21, MiG-23, MiG-27 തുടങ്ങിയ റഷ്യൻ നിർമ്മിത വിമാനങ്ങളായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ല്. ഈ വിമാനങ്ങൾ ഒരു കാലത്ത് ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന് കരുത്ത് പകർന്നിരുന്നു എങ്കിലും കാലപ്പഴക്കം മൂലം അവയെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. പ്രശ്നം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പഴയ വിമാനങ്ങളെ പിൻവലിക്കുന്നതിന് അനുസൃതമായി പുതിയ വിമാനങ്ങളെ ഉൾപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചില്ല. ഒരു പോർവിമാനം വിരമിക്കുമ്പോൾ അതിന് പകരമായി പുതിയൊരെണ്ണം വരണം എന്നതായിരുന്നു അനിവാര്യമായ സമവാക്യം. എന്നാൽ നിർമ്മാണത്തിലെ കാലതാമസവും തീരുമാനങ്ങളിലെ വൈകല്യം മൂലം ഈ സമവാക്യം പലപ്പോഴും പരാജയപ്പെട്ടു. ഇത് വ്യോമസേനയുടെ കരുത്ത് പതിയെ കുറയുവാൻ കാരണമായി. ഇതിനൊരു പ്രധാന കാരണം ഇന്ത്യയുടെ പ്രതിരോധ സംഭരണത്തിലെ മന്ദഗതി കൂടിയാണ്. 1990-കളിൽ വ്യോമസേനയുടെ കരുത്ത് ഏകദേശം 40 സ്ക്വാഡ്രണുകളോട് അടുത്ത് നിന്നിരുന്നു. എന്നാൽ 2000-ന് ശേഷം പഴയ വിമാനങ്ങൾ വിരമിക്കാൻ തുടങ്ങിയതോടെ സ്ക്വാഡ്രണുകളുടെ എണ്ണത്തിൽ ഇടിവ് കണ്ടു തുടങ്ങി. ഇതിനിടയിലാണ് ആധുനിക പോർവിമാനങ്ങൾ വാങ്ങുന്നതിനായുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. എങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോയി. അതോടൊപ്പം തന്നെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന തേജസ് പോലെയുള്ള വിമാന പദ്ധതികൾക്ക് നേരിട്ട വെല്ലുവിളികളും ശ്രദ്ധേയമാണ്. മേക്ക് ഇൻ ഇന്ത്യ വഴി വ്യോമസേനയെ സ്വയം പര്യാപ്തമാക്കുക എന്നത് വലിയൊരു ലക്ഷ്യമാണ്. എങ്കിലും തേജസ് പോർ വിമാനത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടായ കാലതാമസം സ്ക്വാഡ്രൺ എണ്ണത്തെ സാരമായി ബാധിച്ചു. എഞ്ചിൻ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയുടെ സങ്കീർണത, നിർമ്മാണശാലകളുടെ പരിമിതി എന്നിവ തേജസ് പദ്ധതിയുടെ വേഗത കുറച്ചു. ഒരു പുതിയ വിമാനം വികസിപ്പിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് അത്യാധുനികമായ എയ്റോ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഇപ്പോഴും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ചെറിയൊരു പരിമിതി തന്നെയാണ്. ഈ സാഹചര്യത്തിൽ പഴയ വിമാനങ്ങൾ വിരമിക്കുമ്പോൾ അവയ്ക്ക് പകരമായി തദ്ദേശീയ വിമാനങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കാൻ സാധിക്കാത്തത് ഒരു വിടവ് സൃഷ്ടിച്ചു. സാമ്പത്തികമായ കാരണങ്ങളും ഇവിടെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ ഭൂരിഭാഗവും പെൻഷൻ, ശമ്പളം, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി ചെലവാക്കുമ്പോൾ ആധുനികവൽക്കരണത്തിനായുള്ള മൂലധന നിക്ഷേപത്തിന് പരിമിതികളുണ്ട്. പഴയ വിമാനങ്ങളെ പറത്തിക്കൊണ്ടു പോകാൻ തന്നെ വലിയൊരു തുക ചിലവാക്കേണ്ടി വരുന്നു. ഇത് പുതിയവ വാങ്ങുന്നതിനുള്ള ഫണ്ടിനെ ബാധിക്കുന്നു. ഇതൊരു ദുഷിച്ച ചക്രമാണ്. പഴയവ നിലനിർത്താൻ പണം ചിലവാക്കുന്നു, അതിനാൽ പുതിയവ വാങ്ങാൻ സാധിക്കുന്നുമില്ല. പുതിയവ വാങ്ങാത്തത് കൊണ്ട് പഴയവ തന്നെ വീണ്ടും ഉപയോഗിക്കേണ്ടിയും വരുന്നു. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വർദ്ധിച്ചു വരുന്ന സൈനിക ഭീഷണികൾക്കിടയിൽ ഇന്ത്യയുടെ വ്യോമപ്രതിരോധം ഒരു പരിധിവരെയെങ്കിലും സമ്മർദ്ദത്തിലാണ് എന്നത് വാസ്തവമാണ്. MiG-21 വിമാനങ്ങൾ വിരമിച്ചതോടെ ഉണ്ടായ ശൂന്യത നികത്തുവാൻ തേജസ് Mk-1A പോലെയുള്ള പദ്ധതികൾക്ക് പൂർണ്ണമായും സാധിച്ചിട്ടില്ല. വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ കാലതാമസവും എഞ്ചിൻ ലഭ്യതക്കുറവും സപ്ലൈ ചെയിൻ തടസ്സങ്ങളും ഇന്ത്യയുടെ ആകാശ സുരക്ഷയെ കൂടുതൽ ദുർബലപ്പെടുത്തി. ഈ തകരാറുകൾ കേവലം വിമാനങ്ങളുടെ എണ്ണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് പൈലറ്റുമാരുടെ പരിശീലനത്തെയും അവരുടെ യുദ്ധസന്നദ്ധതയും ഇത് സാരമായി ബാധിച്ചേക്കാം. കുറഞ്ഞ വിമാനങ്ങൾ ലഭ്യമാകുമ്പോൾ അടിയന്തര സാഹചര്യങ്ങൾക്കും അതിർത്തി സംരക്ഷണത്തിനും മുൻഗണന നൽകേണ്ടി വരുന്നതിനാൽ സാധാരണ പരിശീലന പറക്കലുകൾ കുറയുന്നു. ഇത് ഭാവിയിൽ പരിചയസമ്പന്നരായ പൈലറ്റുമാരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുകയും ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യും. ഈ പരമ്പരാഗത സൈനിക വെല്ലുവിളികൾക്കൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു വശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആസ്തികളെ ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ ഭീഷണികൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്.
ജിഹാദി തീവ്രവാദ സംഘടനകൾ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെയും ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളെയും നോട്ടമിടുന്നത് പുതിയൊരു വെല്ലുവിളിയാണ്. ISRO പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ സാങ്കേതിക കുതിച്ചുചാട്ടത്തിൻ്റെ പ്രതീകങ്ങളാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങൾ അയൽ രാജ്യങ്ങളെയും അവിടുത്തെ തീവ്രവാദ ശക്തികളെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ISROയുടെ വിക്ഷേപണ കേന്ദ്രങ്ങളും അനുബന്ധ സൗകര്യങ്ങളും അത്തരം ശക്തികളുടെ കരിനിഴലിലാണ്. വ്യോമസേന അതിർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആഭ്യന്തരമായി ഇത്തരം തീവ്രവാദ ഭീഷണികളെയും അസിമെട്രിക് യുദ്ധമുറകളെയും നേരിടുക എന്നത് ഇന്ത്യക്ക് ഇരട്ടി ഭാരമാണ്. അതിർത്തിയിലെ പരമ്പരാഗത യുദ്ധ സാധ്യതകൾക്ക് പുറമെ സൈബർ ആക്രമണങ്ങളും തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റവും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്നു. ISROയുടെയും പ്രതിരോധ സ്ഥാപനങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഭേദിക്കുവാൻ ഇത്തരം ശക്തികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആകാശ സുരക്ഷാ സംവിധാനത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ മുതലെടുത്ത് രാജ്യത്തിനുള്ളിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എളുപ്പമാകും. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ചൈന പാക് സഖ്യത്തിൻ്റെ സൈനിക നീക്കങ്ങളെ പ്രതിരോധിക്കുമ്പോൾ തന്നെ മറുവശത്ത് തീവ്രവാദ ഭീഷണികളിൽ നിന്ന് രാജ്യത്തിൻ്റെ നിർണായക ആസ്തികളെ സംരക്ഷിക്കുക എന്നതും ഒരു വലിയ കടമ്പയാണ്. ഈ ഇരട്ട വെല്ലുവിളികളെ നേരിടാൻ കൂടുതൽ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും സജ്ജമായ സൈനിക നിരയും ഇന്ത്യക്ക് അനിവാര്യമാണ്. ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാൻ ഇന്ത്യക്ക് സമഗ്രമായൊരു പ്രതിരോധ നയം ആവശ്യമാണ്. വെറും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും അപ്പുറം ആഭ്യന്തരമായി ആയുധോൽപാദനം വർദ്ധിപ്പിക്കുകയും സാങ്കേതികമായി സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് ഏക മാർഗം. തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനൊപ്പം തന്നെ ഭാവിയിലെ പോർ വിമാന പദ്ധതികളായ AMCA പോലെയുള്ളവയിൽ കൂടുതൽ നിക്ഷേപവും ശ്രദ്ധയും കേന്ദ്രീകരിക്കണം. ഒപ്പം രാജ്യത്തിൻ്റെ ബഹിരാകാശ നേട്ടങ്ങളെയും പ്രതിരോധ താവളങ്ങളെയും സുരക്ഷിതമാക്കാൻ അത്യാധുനികമായ സുരക്ഷാ കവചങ്ങൾ തീർക്കണം. ജിഹാദി തീവ്രവാദി ഭീഷണികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ലഘൂകരിക്കാൻ ഇൻ്റലിജൻസ് സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുമുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ വ്യോമസേന ഇന്ന് കടന്നുപോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വിമാനാപകടങ്ങൾ, അതിർത്തിയിലെ വെല്ലുവിളികളും ആഭ്യന്തര തീവ്രവാദ ഭീഷണികളും രാജ്യത്തിൻ്റെ സുരക്ഷാ ചട്ടക്കൂടിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഈ പ്രതിസന്ധികളെ മറികടക്കാൻ അടിയന്തരമായ തിരുത്തൽ നടപടികളും ആധുനികവൽക്കരണത്തിൽ കൂടുതൽ വേഗതയും ഒപ്പം ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളിൽ അതീവ ജാഗ്രതയും ഇന്ത്യക്ക് ആവശ്യമാണ്. രാജ്യം ഒന്നടങ്കം സുരക്ഷിതമായിരിക്കണമെങ്കിൽ വ്യോമശക്തിയുടെ കരുത്ത് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഓരോ അണുവിലും തീവ്രവാദ ശക്തികൾക്കെതിരെയുള്ള ജാഗ്രത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുന്ന അത്യാധുനിക പോർ വിമാനങ്ങളുടെ ആവശ്യം വ്യോമസേനയ്ക്ക് അനിവാര്യമായിരുന്നു. 114 മൾട്ടി റോൾ റഫേൽ പോർ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ ഈ വിടവിനെ നികത്തുന്നത് വളരെ തന്ത്രപരമായ രീതിയിലായിരിക്കും. നേരത്തെ തന്നെ 36 റാഫേൽ വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായതിനാൽ അവയുടെ പ്രവർത്തനവും അറ്റകുറ്റപ്പണികളും സംബന്ധിച്ച് സാങ്കേതിക അറിവ് ഇന്ത്യൻ പൈലറ്റുമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പുതിയതായി വാങ്ങുന്ന വിമാനങ്ങൾ കൂടി എത്തുമ്പോൾ വലിയൊരു പരിശീലന പ്രക്രിയ കൂടാതെ തന്നെ അവയെ സ്ക്വാഡ്രണുകളിലേക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കുമെന്നത് ഈ കരാറിൻ്റെ വലിയൊരു നേട്ടമാണ്. റാഫേൽ വിമാനങ്ങളുടെ സാങ്കേതിക മികവ് ഇന്ത്യയുടെ വ്യോമശക്തിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മെറ്റിയോർ, ദീർഘദൂര മിസൈലുകൾ, സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ എന്നിവ റാഫേലിനെ ഒരു ഗെയിം ചേഞ്ചർ ആക്കുന്നു. അതിർത്തിക്കപ്പുറം പോകാതെ തന്നെ ശത്രുക്കളുടെ വ്യോമതാവളങ്ങളെയും റഡാർ സംവിധാനങ്ങളെയും തകർക്കുവാൻ ഈ വിമാനങ്ങൾക്ക് സാധിക്കും. ചൈനയുടെ അതിർത്തിയിലെ വായുസഞ്ചാരങ്ങളെയും പാകിസ്ഥാൻ്റെ മിസൈൽ സംവിധാനങ്ങളെയും നേരിടാൻ ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ ആവശ്യമാണ്. സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉപയോഗിച്ച് ശത്രുക്കളുടെ റഡാറുകളെ കബളിപ്പിക്കാനും സ്വന്തം വിമാനങ്ങളെ സംരക്ഷിക്കുവാനും റഫാലിന് പ്രത്യേക കഴിവുണ്ട്. ആധുനിക വ്യോമയുദ്ധത്തിൽ വിവരസാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക് സംവിധാനങ്ങളും നിർണായകമാണ് എന്നിരിക്കെ റാഫേലുകളുടെ വരവ് ഇന്ത്യയുടെ ആകാശ സുരക്ഷയ്ക്ക് വലിയൊരു സുരക്ഷാ കവചം തന്നെയായിരിക്കും. ഈ കരാറുകൾ സ്ക്വാഡ്രൺ വിടവ് നികത്തുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ ആശയത്തിന് കരുത്ത് പകരുന്നു. വിദേശ വിമാനങ്ങൾ വാങ്ങുമ്പോൾ തന്നെ അവയുടെ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും ഇന്ത്യയിൽ വെച്ചുള്ള നിർമ്മാണവും ഈ കരാറുകളുടെ ഭാഗമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ റഫേലുകളെ മാത്രം ആശ്രയിക്കാതെ തന്നെ തേജസ് MK-1A, തേജസ് MK-2, AMCA പോലെയുള്ള തദ്ദേശീയ വിമാനങ്ങൾ കൂടി പ്രവർത്തന സജ്ജമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം. റഫേൽ കരാറുകൾ അടിയന്തരമായ സ്ക്വാഡ്രൺ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ തദ്ദേശീയമായ വിമാനങ്ങൾ രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത ഉറപ്പാക്കും. ഈ സന്തുലിതാവസ്ഥയാണ് ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഏറ്റവും പ്രധാനം. ചുരുക്കത്തിൽ റഫേൽ കരാറുകൾ വെറും വിമാനങ്ങൾ വാങ്ങാനുള്ള ഇടപാടുകൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ആകാശ സുരക്ഷയുടെ സുസ്ഥിരത ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ്. സ്ക്വാഡ്രണുകളുടെ എണ്ണം കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനപരമായ സമ്മർദ്ദം കുറയ്ക്കാനും ശത്രു രാജ്യങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുവാനും ഈ വിമാനങ്ങൾ സഹായിക്കും. ആധുനിക പോർ വിമാനങ്ങളുടെ ലഭ്യത വ്യോമസേനയുടെ ആത്മവിശ്വാസത്തെയും യുദ്ധസന്നദ്ധതയും വർദ്ധിപ്പിക്കും. വരും വർഷങ്ങളിൽ കൂടുതൽ റഫേലുകളും തദ്ദേശീയ വിമാനങ്ങളും വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ 42 സ്ക്വാഡ്രണുകൾ എന്ന ലക്ഷ്യം കൈവരിക്കാനും ലോകത്തിലെ മുൻനിര വ്യോമസേനകളിൽ ഒന്നായി ഇന്ത്യക്ക് മാറാനും സാധിക്കും. ഈ പുരോഗതി ഇന്ത്യൻ ആകാശത്തിൻ്റെ കാവലാളുകൾക്ക് നൽകുന്ന കരുത്ത് രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകാൻ സജ്ജമായ ഒരു പ്രതിരോധ വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ സഹായിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.